إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله، أوصيكم بما وصى الله به الأولين والآخرين، وقال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. സഹിക്കാനാവാത്ത കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിജയം നേടുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനു ലഭിക്കുന്ന സമയങ്ങളും നാം ഏറെ ഉപയോഗപ്പെടുത്തണം. അതിന് കാരണമാകുന്ന ചില നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ശ്രേഷ്ഠമായ അഫ്ളലു അയ്യാമി ദുനിയ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വവഅദ്നാ മൂസാ 30 ലൈല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒരു അപ്പോയിന്റ്മെന്റ് നൽകി. 30 ദിവസം കഴിഞ്ഞുകൊണ്ടാണ് വരേണ്ടത്. പിന്നെ ഒരു 10 കൂടി നൽകിക്കൊണ്ട് അത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 40 ദിവസമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തത്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ആ 30 ദിവസം ദുൽഖഅദ മാസവും അതേപോലെ തന്നെ 10 ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളുമാണ്. സഹോദരങ്ങളെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വിശുദ്ധ മക്കയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നാളുകൾക്കുള്ളിൽ അവർ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ നാളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഹജ്ജിന്റെ സന്ദേശം? ഹജ്ജിന്റെ സന്ദേശം തൗഹീദാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തെ വാഴ്ത്തുന്ന സന്ദേശമാണ്. അറഫയുടെ സന്ദേശം എന്താണ്? മാനവകുലത്തിന്, ലോകത്തിന് അറഫ നൽകുന്ന സന്ദേശം മനുഷ്യ ജീവിതത്തിലേക്ക് ആവശ്യമായ അവന്റെ വിശ്വാസ, ആചാര, ആദർശ, കർമ്മ, സ്വഭാവ, സംസ്കാര വിഷയങ്ങളിലേക്കെല്ലാം വെളിച്ചം വീശുന്നതായ ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. ഏറെ ശ്രേഷ്ഠതകളും മഹത്വവും അതിലുണ്ട്.
ഹജ്ജ് എന്നത് അറഫയാണ്. അൽ ഹജ്ജു അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ്. അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകൾ എത്ര രോഗികളായിരുന്നാൽ പോലും അവര് ദുൽഹിജ്ജ 9 ആ അറഫയുടെ മൈതാനിയിൽ അവർ ഒരുമിച്ച് ചേരുന്നതാണ്. ആംബുലൻസിലെങ്കിലും കൊണ്ടുവന്ന് അവിടെയാക്കും. ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്ന് പറയുന്നത് അന്നാണ് ഹജ്ജ് തുടങ്ങുന്നത്. ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകൾ ഹാജിമാർ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് യൗമു തർവിയ എന്ന് പേര് വരാൻ കാരണം മിനയിലേക്കും പിന്നീട് അങ്ങ് അറഫയിലേക്കും ഒക്കെ അവർ പോകുമ്പോൾ അവർ വെള്ളം കരുതും. അവിടെ ശക്തമായ ചൂടും വെള്ളം അധികം ലഭിക്കാത്ത ഒരു സന്ദർഭമൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ വെള്ളം ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് യൗമു തർവിയ എന്ന പേര് ദുൽഹിജ്ജ 8 അവർ അന്ന് മിനയിൽ തമ്പടിക്കും. ആ ടെന്റുകളിൽ താമസിക്കും. അവിടെ ദുഹറും അസറും മഗ്രിബും ഇശാവും ഒക്കെ അതിന്റേതായ സമയങ്ങളിൽ ഖസ്റാക്കിക്കൊണ്ട് അവർ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് ദുൽഹിജ്ജ 9 സൂര്യനുദിച്ചു കഴിഞ്ഞ് ദുഹാ സമയത്ത് അവര് അറഫയിലേക്ക് പുറപ്പെടുകയാണ്. ദുൽഹിജ്ജ 9 നെമറയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നീട് അവര് അറഫയിലേക്ക് എത്തിച്ചേരുന്നു. മനുഷ്യരെ തിരിച്ചറിയുന്ന, മനുഷ്യർ അവരുടെ സട്ടാവിനെ രക്ഷിതാവിനെ തിരിച്ചറിയുന്നതായ അറഫ. ആ പേര് തന്നെ അറിയുക, തിരിച്ചറിയുക എന്നാണ്. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും കണ്ടുമുട്ടിയത് ആ സ്ഥലത്താണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മനസ്സിലായോ, അൽ അറഫ്ത, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സമ്പന്നനാവട്ടെ, അതുപോലെ തന്നെ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, ഏത് രാജ്യക്കാരനായാലും ദേശക്കാരനായാലും ഭാഷക്കാരനായാലും അവരെല്ലാവരും ഒരേപോലെയാണ്. നോക്കൂ, നമ്മൾ ഇസ്ലാമിന്റെ മാനവികതയാണത്. വലിയ സമ്പത്തുള്ളവരും കോടീശ്വരനും ലക്ഷപ്രഭുവും ഒക്കെ ഒരേ വസ്ത്രത്തിലാണ്. 2 ആളുകളാണെങ്കിൽ ഒന്ന് ഉടുക്കാനും അതുപോലെ തന്നെ ഒന്ന് മേൽമുണ്ടുമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ആളുകൾ പോകുന്നത്. നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ യോജിക്കുന്ന തരത്തിൽ അതല്ലെങ്കിൽ അതുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തർത്ഥമാണ് അതിനുള്ളത്? ലക്ഷങ്ങളും കോടികളുമുള്ള ആളുകൾ, അതുപോലെ തന്നെ അന്നേ ദിവസം വരെ റിയാലുകൾ 10,000 കൊടുത്ത് അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ആൾക്കാർ അവിടെ അറഫ കഴിഞ്ഞ് മുസ്ദലിഫയില മണൽ പരപ്പിൽ ആ കല്ലുകൾ വിതറിയ ആ സ്ഥലത്ത് അവർ കിടക്കുകയാണ്. തല പോലും മറക്കാതെ ആ ഉടുത്ത മുണ്ടും പൊതിച്ചുകൊണ്ട് കിടക്കുക. എന്താണ് ഇതിലുള്ള യുക്തി? സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സട്ടാവിനുള്ള റബ്ബിനുള്ള സമർപ്പണമാണ് ജീവിതം. അതാണ് ഇസ്ലാം. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അതാണ്. നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് ജീവിതം സമർപ്പിക്കുക എന്നത്. അതാണ് ഹജ്ജിലൂടെ പ്രഖ്യാപിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നുള്ള ആ തൽബിയത്തിന്റെ ധ്വനികളുമായി കൊണ്ട് അവർ കടന്നു ചെല്ലുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്താനാണ്. ഞാൻ അശക്തനാണ്, ഞാൻ ദുർബലനാണ്, എനിക്കൊരുപാട് കഴിവുകേടുകളുണ്ട്, എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ള റബ്ബിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ് പറഞ്ഞല്ലോ. ഈ ദീന് പൂർത്തീകരിക്കപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ കിതാബിൽ ഒരു ആയത്തുണ്ടല്ലോ, നിങ്ങൾ അത് പാരായണം ചെയ്യുന്നു. ലൗ അലൈനാ മഅശറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ, ഞങ്ങൾ യഹൂദികൾക്കാണ് അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവസം ഒരു ആഘോഷമായി സ്വീകരിക്കുമായിരുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഏതായത്താണത്? സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ദീനായി നിങ്ങൾക്കിതാ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറയുന്നതായ ആ ആയത്ത് അവതരിച്ചത് അറഫ ദിവസത്തിലാണ്. റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അറഫ്നാ ദാലികൽ യൗം, ഞങ്ങൾക്കറിയാം ആ ദിവസം. വൽ മകാനുല്ലദീ نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم جمعة, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ആ ആയത്ത് അവതരിച്ചത്. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞതായ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിക്കുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറഞ്ഞല്ലോ. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ആ വശഫ്ഇ എന്നതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
വിശദീകരണം നൽകിയത് യൗമുൻ നഹർ, അത് പെരുന്നാളിന്റെ ദിവസമാണ്. വൽ വത്ർ, വറ്റ എന്ന് പറയുന്നത് യൗമു അറഫ, അറഫ ദിവസമാണ്. മാത്രമല്ല സൂറത്തുൽ ബുറൂജിൽ കാണാം വസമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശമാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നു വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം നൽകപ്പെട്ട ദിവസം അത് യൗമുൽ ഖിയാമയാണ്. തിർമിദി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ വശാഹിദും വമശ്ഹൂദ്, ഷാഹിദ് എന്നത് യൗമുൽ ജുമുഅ, സാക്ഷിയാകുന്നത് ജുമുഅ ദിവസമാണ്. വൽ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫ ദിവസമാണ് എന്ന് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വഫി അയ്യാമി അശ്രി ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ അൽ വഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കലുണ്ട്. അല്ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ലിഇബാദിഹി മഗ്ഫിറതൻ യഹ്സനു ലഹ ശയാതീൻ, ശൈത്താൻ പിശാചിന് അങ്ങേയറ്റത്ത് ദുഃഖമുണ്ടാക്കുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്കെല്ലാം പുറത്തു കൊടുക്കുന്നതായ ദിവസമാണ് അറഫ ദിവസം. ഫമാ റുഇയ ശൈത്വാനു അഹ്ഖറ വലാ അദ്ഹറ മിൻഹു ഫീ യൗമി അറഫ, അറഫ ദിവസത്തെക്കാൾ ശൈത്താൻ നിന്ദനായിക്കൊണ്ട് നിസ്സാരനായിക്കൊണ്ട് തലയിൽ മണ്ണ് വാരിയിടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം. എന്താണ് ലിമാ യറാമിൻ തനസ്സുലിൽ അംലാകി വറഹ്മ മിനല്ലാഹി ലിഇബാദിഹി, അടിമകൾക്ക് വേണ്ടി മലക്കുകളും അല്ലാഹുവിന്റെ കാരുണ്യവും ഇറങ്ങുന്ന ദിവസമാണ് അറഫ ദിവസം. വയഖഉ ഫീഹാ കസീറു മിൻ അഫ്ആലിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ കർമ്മങ്ങളൊക്കെ നടക്കുന്നതായ ദിവസങ്ങളാണ്. വഹാദിഹി അശ്യാഉ മുഅല്ലമ, ഏറ്റവും മഹത്തായ കാര്യങ്ങൾ ഇതിലുണ്ട്. മുസ്തഹിഖത്തുൻ ലി അയ്യുഖ്സിമ അല്ലാഹു ബിഹാ, അതുകൊണ്ടൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. സഹോദരങ്ങളെ, അറഫ ദിവസത്തിന് അത്രയും മഹത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയുണ്ടായി. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യുതിഖല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് ഏറ്റവും കൂടുതൽ പുറത്തു കൊടുക്കുന്നത് മിൻ യൗമി അറഫ, അറഫ ദിവസത്തെക്കാളും മറ്റൊരു ദിവസമില്ല എന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്നഹു ലയദ്നു, തന്റെ അടിമകളിലേക്ക് അടുത്തു വരുന്നതാണ്. യുബാഹി ബിഹിൽ മലായിക, മലക്കുകളോട് അഭിമാനം പറയും. മാ അറാദ ഹൗലായി, ഈ ഹാജിമാർ അവരെന്താണ് ഉദ്ദേശിച്ചത്, അവർക്ക് മാത്രമല്ല വിശ്വാസികൾക്കെല്ലാം പുറത്തു കൊടുക്കുന്നതാണ് ആ ദിവസത്തിൽ, അറഫ ദിവസത്തിൽ. ഇന്നല്ലാഹ യുബാഹി അൽ മലായിക ബി അഹ്ലി അറഫാത്ത്, അറഫയിൽ സമ്മേളിച്ച ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയും. ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എന്റെ അടിമകളിലേക്ക് നോക്കൂ. ശുഅസൻ ഉബ്റ, പൊടി പിടിച്ച ശരീരവുമായി ജഡപുരണ്ട ശരീരവും തലമുടിയും ഒക്കെയായി അതാ അവരവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവർ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം റബ്ബിനോട് ഏറ്റുപറയുന്നതായ അറഫ സംഗമം, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം വിശ്വാസികൾക്കെല്ലാം ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തമമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ അത് അറഫ ദിവസത്തിലെ ദുആയാണ്. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫ ദിവസത്തിലെ ദുആയാണ്. വഖൈറു മാ ഖുൽതു അന വൻ നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് ആധിപത്യം, അവനാണ് സർവസ്തുതിയും, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഈ ഒരു തഹ്ലീലിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മന്ത്രധ്വനികളുമായി കൊണ്ടാണ് സഹോദരങ്ങളെ അറഫയിൽ ആളുകൾ സമ്മേളിക്കുന്നത്. മാത്രമല്ല അറഫ ദിവസത്തിൽ ഹാജിമാരായ ആളുകൾക്കല്ലാത്തവർക്ക് നോമ്പ് സുന്നത്താണ്. വസുഇല അൻ സൗമി യൗമി അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൗമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന, വൻ പാപങ്ങളല്ലാത്ത ചെറിയ ദോഷങ്ങളെല്ലാം 2 വർഷത്തെ പാപം പൊറുക്കപ്പെടുന്ന ദിവസമാണ് അറഫ ദിവസത്തിലെ ആ ഒരു നോമ്പിനുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ആ നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ നമ്മളെ മക്കളെ കൊണ്ടൊക്കെ അത് ശീലിപ്പിക്കാൻ വിശ്വാസികൾ അറിയണം. യൗമുത്ത
തർവിയ എന്താണ്, യൗമ അറഫ എന്താണ്, ഈദുൽ അദ്ഹ നമുക്ക് പെരുന്നാളാണ് വരുന്നത്. നമ്മൾ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ ആഘോഷിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്, എന്തുകൊണ്ട് നമ്മൾ ഈ ആഘോഷം നിർവഹിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയണ്ടേ. അതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാമിലെ മഹത്തായ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഈദുൽ അദ്ഹ എന്നുള്ളത്. ദുൽഹിജ്ജ 10 യൗമുൻ നഹർ അൽ ഹജ്ജുൽ അക്ബർ, ഹാജിമാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങളുള്ളത് ദുൽഹിജ്ജ 10 നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിലാണ്. യൗമുൻ നഹർ അറബിന്റെ ദിവസമാണത്. അൽ ഹജ്ജുൽ അക്ബർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവർക്ക് ജംറകളിൽ എറിയാനുണ്ട്, അതുപോലെ തന്നെ അറവ് നടത്താനുണ്ട്, അതേപോലെ തന്നെ മുടി കളയാനുണ്ട്, തവാഫുൽ ഇഫാദയുണ്ട്, സഅയ് നടത്താനുണ്ട്. ഇങ്ങനെ ഏറെ കർമ്മങ്ങൾ കൊണ്ട് ഹാജിമാർ അല്ലാഹുവിനെ വാഴ്ത്തുന്നതായ ആ ഒരു ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളുള്ളതായ ഈ ദിവസങ്ങളിൽ നമ്മൾ റബ്ബിനോട് കൂടുതൽ റബ്ബിലേക്ക് തക്ബീർ കൊണ്ടും തഹ്ലീൽ കൊണ്ടും തഹ്മീദുകൾ കൊണ്ടും അടുക്കുക എന്നുള്ളതാണ്. അറഫാ ദിവസത്തിന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന്, ആദം സന്തതികളിൽ നിന്ന് കരാർ വാങ്ങിയത്, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? അതെ അതെ, ബലാ ഷഹിദിന, അതെ ഞങ്ങൾ അതിന് സാക്ഷിയാണെന്ന് നമ്മൾ ഓരോരുത്തരും റബ്ബിനോട് പ്രോമിസ് ചെയ്തതാണ്. ആദമിന്റെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യരെയും പുറത്തു കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറഫയിൽ വെച്ചാണ് അത് എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഏറെ ശ്രേഷ്ഠതകൾ സഹോദരങ്ങളെ ഈ ദിവസത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് തന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി പഠിപ്പിച്ചതായ അറഫാ ദിവസത്തിലെ ഒരു പ്രസംഗമുണ്ട്. ഖുതുബത്തു ഹജ്ജത്തുൽ വദായിലെ ഒരു പ്രസംഗം, അത് വർഷങ്ങളായി എല്ലാ വർഷങ്ങളിലും ആ അറഫാ പ്രസംഗം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തിൽ മദീനയിലെ ഇമാമായ അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി റഹിമഹുള്ളയാണ് ആ അറഫാ പ്രസംഗം നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജാണ് നിർവഹിച്ചത്. തന്റെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് 10,000ങ്ങളായ സ്വഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായ അറഫ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മനുഷ്യാവകാശ പ്രഖ്യാപനമാണത്. മനുഷ്യർക്ക് അവരുടെ ദീനും അവരുടെ രക്തവും അഭിമാനവും എല്ലാം പവിത്രമാണ്. അത് സംരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാമിനെ കുറിച്ചാണ് തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ആരോപിക്കുകയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പകർന്നു നൽകിയ സന്ദേശം എന്താണ്? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാബക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. മക്ക രാജ്യത്തിന്റെ പവിത്രത പോലെ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ, അതെ ആ ദുൽഹിജ്ജ 10ന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും അഭിമാനവുമെല്ലാം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരാളെയും അന്യായമായി കൊല ചെയ്യാൻ പാടില്ല, ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, ധനം അപഹരിക്കാൻ പാടില്ല, ഒരാളുടെ ഇസ്സത്തിന് അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ പാടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്മഉ ഖൗലി, എന്റെ വാക്ക് നിങ്ങൾ കേൾക്കണേ. ഇന്നി ലാ അദ്രി ലഅല്ലി ലാ ഹജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മങ്ങളും കൃത്യമായി കൊണ്ട് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ഒന്നും ചോദിക്കുന്നില്ല, എന്തുകൊണ്ടത് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതേപോലെ അത് ചെയ്യാണ്. അല്ലെങ്കിൽ വസ്ത്രം എടുക്കാനില്ല എന്നിട്ടാണോ? അല്ല, ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കാൻ ആളുകൾക്കില്ലേ, എന്നിട്ടും ഒരു തുണി എടുത്തിട്ട് ഒരു മുണ്ടിട്ടിട്ടാണ് ആളുകൾ പോകുന്നത്. കടന്നുറങ്ങാൻ വേണ്ടി നല്ല AC റൂമുകൾ ഉണ്ടായിരുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ആ മിനയിൽ പോയിട്ട് ഒരു ചെറിയ ബെഡിൽ കിടക്കുന്നത്, ആ മുസ്ദലിഫയിൽ കിടന്നുറങ്ങുന്നത്. സഹോദരങ്ങൾ, ഇതൊക്കെ എന്താണ് നമ്മൾ ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ അത് റബ്ബിനുള്ള സമർപ്പണം. എന്റെ റബ്ബ് പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പെരുന്നാളിൽ നമുക്കതിന്റെ ആ ത്യാഗോജ്ജലമായ ചരിത്രം അത് കേൾക്കുമ്പോൾ വിശ്വാസികൾ ഒന്നുമല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയും നമ്മുടെ പരലോകത്തിന് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മോട് ചോദിക്കും. ഒന്നും ചെയ്തിട്ടില്ല. ആ പ്രവാചകന്മാർ അനുഭവിച്ച ത്യാഗവും അവരുടെ വിഷമങ്ങളും പീഡനങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മളൊന്നും സഹിച്ചിട്ടില്ല. നമ്മളൊക്കെ പച്ചപ്പരവതാനി വിരിച്ച പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നവരാണ്. ത്യാഗത്തിന്റെ കനൽപദങ്ങളിലൂടെയാണ് പ്രവാചകന്മാർ കടന്നുപോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു, മനുഷ്യരെ ഓരോരുത്തരുടെയും അഭിമാനം അത് പവിത്രമാണ്. അതേപോലെ തന്നെ അലാ കുല്ലി ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ തഹ്ത ഖദമയ്യ മൗദൂ, ജാഹിലിയത്തിലെ ഓരോ കാര്യവും അതെല്ലാം ഞാൻ എന്റെ കാൽച്ചുവട്ടിലിട്ട് കുഴിച്ചു മൂടുന്നു. വദിമാഉൽ ജാഹിലിയത്തി മൗദൂഅ, ജാഹിലിയ്യ കാലത്തെ പരസ്പരം കണ്ടാൽ വെറുപ്പോടെ പകയോടെ വിദ്വേഷത്തോടുകൂടി അവർ കൊല ചെയ്തിരുന്ന ആ കാര്യങ്ങളൊക്കെ പാടില്ല, ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. വരിബൽ ജാഹിലിയത്തി മൗദൂ, ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന പലിശ സമ്പ്രദായം, വട്ടി സമ്പ്രദായം, റിബ, അത് ഞാനിതാ ഇവിടെ കുഴിച്ചു മൂടുന്നു. ആദ്യമായി നമുക്ക് കിട്ടാനുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബയുടെ റിബ ഞാനത് ക്യാൻസൽ ആക്കുന്നു, അതിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി അങ്ങനെ പലിശ ഇടപാടുകൾ ഇല്ല എന്ന്. സഹോദരങ്ങളെ, കുടുംബജീവിതത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക് എല്ലാം വെളിച്ചം വീശുന്ന നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നമുക്ക് അറഫ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി കാണാൻ സാധിക്കും. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ അല്ലാഹുവിനെ. ഫഇന്നകും അഖസ്തുമുഹുന്ന ബിഅമാനത്തില്ലാ, അല്ലാഹുവിന്റെ പേരിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ പിതാക്കൾ നിങ്ങളെ ഏൽപ്പിച്ചത് അല്ലാഹുവിന്റെ അമാനത്തിലാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്തിലാണ് അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത്. ലക്കും അലൈഹിൻ ഹഖ്ഖും വലഹുന്ന അലൈക്കും ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരോട് അവകാശമുണ്ട്, അവർക്ക് നിങ്ങളോടും ബാധ്യതകളും കടമകളുമുണ്ട്. വമിൻ ഹഖ്ഖിക്കും അലൈഹിൻ അല്ലാ യഅ്ദന ഫീ ബുയൂതിക്കും ഇല്ലാ ബിഇദ്നിക്കും, നിങ്ങളോട് അവർക്കുള്ള ബാധ്യത എന്നത്, കടമ എന്നത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, ഭർത്താക്കന്മാരുടെ അനുമതിയില്ലാതെ തന്റെ വീട്ടിൽ വേറൊരു അന്യ പുരുഷനെ പ്രവേശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ വെറുക്കുന്നതായ ഒരാളെ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, സമൂഹത്തിൽ കാണുന്ന എല്ലാവിധ ലൈംഗിക അരാജകത്വങ്ങൾക്കും കാരണം എന്താണ്? ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ആളുകൾ കൈയൊഴിഞ്ഞത് കാരണത്താണ്. ഇസ്ലാം വെക്കുന്നതായ നിർദ്ദേശങ്ങൾ പാലിച്ചുവോ അവിടെയൊക്കെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ, മനുഷ്യനെ കുടുംബജീവിതം, സാമൂഹ്യ ജീവിതമൊക്കെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവർ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്ത് അവിഹിതത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അവർക്ക് മുറിവ് പറ്റാത്ത രൂപത്തിൽ നിങ്ങൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് സുഖമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. മാത്രമല്ല, നിങ്ങൾക്ക് അവരോടുള്ള ബാധ്യത, അവർക്ക് തിന്നാൻ കൊടുക്കണം, കൊടുക്കാൻ കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സന്ദേശങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നാം ഓരോന്നും അതിന് പ്രതിഫലം കൂടുതലാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ തസ്ബീഹും തക്ബീറും സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ. പക്ഷേ ഈ ദിവസങ്ങൾ അഅ്ളമു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മഹത്വം കൂടും. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതിന് ശിക്ഷയും കൂടും. കാരണം എന്താ? ഫലാ തദ്ലിമു ഫീ അൻഫുസകും, നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല. ഈ നാളുകളിൽ അല്ലാഹു മഹത്വം കൽപ്പിച്ച ലോകത്തിന്റെ കണ്ണുകളെല്ലാം മക്കയിലേക്ക്, വിശുദ്ധ മക്കയിലേക്ക് കണ്ണുകളെല്ലാം അങ്ങോട്ട് നോക്കുന്ന, ആളുകളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആവേശമാണ്, ആനന്ദമാണ് ഹജ്ജ് വരുന്നത്, ബലിപെരുന്നാൾ വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ റബ്ബിന് പൂർണ്ണമായി സമർപ്പിക്കുക, കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. നമുക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ എന്ത് പരിശ്രമം ചെയ്തോ അതേ ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മുടെ ആദർശം. നമ്മൾ മുറുകെ പിടിക്കുക, ഇസ്ലാമിന്റെ ആദർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയതായ ഹിദായത്ത് അത് നഷ്ടപ്പെടുത്താതെ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മർറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖബറിൻ ദുഫിന ഹദീസൻ, പുതുതായി മറവ് ചെയ്യപ്പെട്ടതായ ഒരു ഖബറിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റകഅതാനി ഖഫീഫതാനി തഹഖിറൂന വ തൻഫിറൂന മിമ്മാ تزيدهما مما على هذه مما يزيدهما على هذه أحب إليه من بقية دنياكم. നിങ്ങളുടെ ഈ ദുനിയാവിലേക്കാളേറെ നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ടല്ലോ, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ അമലിൽ അയാൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഒരു 2 റക്അത്ത് നമസ്കരിക്കുവാൻ ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ എന്നതാണ്. നമ്മൾ എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി.
എത്ര ദിക്റുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി, എത്ര നമസ്കാരങ്ങൾ നമുക്ക് നഷ്ടമായി പോയി, എത്ര ജമാഅത്തുകൾ നഷ്ടമായി. സഹോദരങ്ങളെ, ഈ നാളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബാദത്തുകളിൽ മുന്നേറുക, റബ്ബിലേക്ക്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ധൃതിപ്പെട്ട് ചെല്ലാനുള്ള ആ ഒരു അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്. അത് തൗഹീദിന്റെ മാർഗമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളും നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാം അറിയുന്ന, മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്, മറ്റെവിടെയുമല്ല. ദർഗകളിലോ ജാറങ്ങളിലോ മഖബറകളിലോ ഏലസിലോ ഉറുക്കിലോ ഒന്നുമല്ല. പിന്നെയോ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന സന്ദേശം. അതാണ് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക ഏറ്റവും ശരിയായ രൂപത്തിൽ. ഹുവജതബാക്കും, അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഏതൊരു കർമ്മവും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. മില്ലത അബീക്കും ഇബ്രാഹിം. നിങ്ങൾ ഏത് മാർഗത്തിലാണ്? ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഖുർആനിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്നു. ഫഅഖീമുസ് സ്വലാ വആതു സക്കാ. നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, സക്കാത്ത് നൽകണം. വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും വനിഅമൽ മൗലാ വനിഅമൽ നസീർ. അല്ലാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിച്ച് സഹോദരങ്ങളെ ദീനിന്റെ വക്താക്കളായി ജീവിക്കുക. ദുനിയാവിന്റെ വക്താക്കളായി ജീവിക്കാൻ മുസ്ലിമാണെന്ന് പറയാൻ പോലും ലജ്ജയോടുകൂടിയാണ് ചില ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ. ഞാൻ നമസ്കരിക്കാറില്ല, ഞാൻ നോമ്പെടുക്കാറില്ല, എന്റെ മക്കളെ നോമ്പ് പിടിപ്പിക്കാറില്ല, ഇങ്ങനെയൊക്കെ ഉള്ള അഭിമാനത്തോടുകൂടി പറയുന്ന മുസ്ലിം നാമധാരികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളെന്ന് അല്ലാഹു നമുക്ക് പേര് വിളിച്ചു, നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമുക്ക് കൃത്യമായി ജീവിതത്തിന്റെ വഴികൾ പഠിപ്പിച്ചു തന്നു. ഖുൽ ഇന്നനി ഹദാനി റബ്ബി. എന്റെ റബ്ബാണ് എനിക്ക് ഹിദായത്ത് നൽകിയത്. ഇലാ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലേക്ക്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ദീനൻ ഖിയമൻ മില്ലത അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ പൂർവ്വ പിതാവ് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് നിങ്ങൾ ഉള്ളത്. വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടയാളായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ, അറഫ ദിവസവും അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസവും എല്ലാം നമ്മൾ റബ്ബിനെ ധിക്കാരം ചെയ്യാനല്ല, റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുബോധിച്ചു തന്നിട്ടുള്ളതായ രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. ആ ഈദുൽ അദ്ഹയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ കടന്നു വരാനിരിക്കുന്നത്. അതുമായി ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ചില സുന്നത്തുകളും ആദാബുകളും ഉണർത്തുകയാണ്. ഒന്നാമതായി മുത്ലഖായ തക്ബീർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുമ്പോഴും യാത്രയിലും എല്ലാം റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വിശ്വാസികൾക്ക് അവരുടെ തുലാസിൽ ഖനം തൂങ്ങുന്നതാണ്, ആകാശഭൂമികൾ നിറക്കുന്നതാണ്. ഇതാണ് നമുക്ക് കർമ്മങ്ങളുടെ ഏടുകളിൽ കൂടുതലായി ഉണ്ടാവുക. മറ്റു ഭൗതികമായ കളിയും തമാശയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്തത്. സഹോദരങ്ങളെ, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിനക്ക് ഏറ്റവും ഖൈറായ ഒരു കാര്യം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനവുള്ളതായിരിക്കട്ടെ. മറ്റുള്ളവരുടെ കുറ്റമോ മറ്റുള്ളവരുടെ കുറവോ അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് വെറുതെ നമ്മുടെ ആയുസ് കളയുകയല്ല. പിന്നെയോ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെടുന്ന അതിലാണ് നമുക്ക് സമാധാനമുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവന്റെ സന്തോഷം എന്തിലാണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്ത് ടെൻഷനുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അവന്റെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റിലൂടെയാണ്. അപ്പൊ വിശ്വാസിയുടെ ആഘോഷവും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതാണ്. അറഫ ദിവസത്തിന്റെ ഫജ്ർ മുതൽ
മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസത്തിലെ അസർ വരെയും മുഖയ്യദായ തക്ബീർ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാവുന്നതാണ്. മറ്റൊന്ന്, പെരുന്നാൾ ദിവസത്തിൽ സഹോദരങ്ങളെ കുളിക്കുക സുന്നത്താണ്. സുഗന്ധം ആണുങ്ങളെ പെർഫ്യൂം അത്തർ പൂശുക എന്നത് സുന്നത്താണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. നമ്മുടെ സന്തോഷമാണ്, ആഘോഷമാണ്. അതുകൊണ്ട് നല്ല പുതിയ വസ്ത്രം ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നീയാണ് എന്നെ ഇത് ഉടുപ്പിച്ചത്. നമുക്ക് എത്രയോ നമ്മുടെ സമൂഹത്തിൽ ധരിക്കാനില്ലാത്ത ഉടുക്കാനില്ലാത്തവരായ പാപങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ കുടുംബത്തിലോ അയൽവാസികളിലോ പട്ടിണി കിടക്കുന്ന യതീമുകളായ പാവങ്ങളായ ആളുകളുണ്ടെങ്കിൽ അവരെയും ഒന്ന് സഹായിക്കുക, അവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ വിശ്വാസികളുടെ മനസ്സിൽ ആ ഒരു അനുകമ്പയും ആർദ്രതയൊക്കെ ഉണ്ടാവണം. വസ്ത്രം ധരിക്കുമ്പോഴും റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ നീയാണ് എന്നെ ഇത് ധരിപ്പിച്ചത്, അതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ ഡ്രസ്സിലുള്ള ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സഹോദരങ്ങളെ, ഈദുൽ അദ്ഹ നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത് ഭക്ഷണം കഴിക്കാതെയായിരുന്നു. ഈദുൽ ഫിത്റിന് എന്തെങ്കിലും കഴിച്ചുകൊണ്ടാണ് കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു ഫിൽ ഫിത്രി ഹത്താ യത്അമ, എന്തെങ്കിലും തിന്നുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്റിൽ പുറപ്പെടാറുണ്ടായിരുന്നില്ല. വലാ യത്അമു ഹത്താ യുസല്ലി, ഈദുൽ അദ്ഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതേപോലെ തന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. സാധിക്കുമെങ്കിൽ നടന്നു പോവുക എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മിനസ്സുന്ന അൻ തഖ്റുജ ഇലൽ ഈദ് മാഷിയ, ഈ വാഹനത്തിൽ വരികയാണെങ്കിൽ തന്നെയും കുറച്ച് ദൂരം അത് നിർത്തിയിട്ട് കുറച്ചെങ്കിലും നടക്കുമ്പോൾ ആ സുന്നത്തെങ്കിലും ലഭിക്കും. ഓരോ സുന്നത്തും നഷ്ടപ്പെടുത്താതെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഈദിന്റെ സന്ദർഭത്തിൽ ഖാലഫത്തൊരി, വരുന്നത് ഒരു വഴിക്ക് പോകുന്നത് മറ്റൊരു വഴിക്ക്. കുറെ ആളുകളെ കാണുക, അവർക്കെല്ലാം തന്നെയും ഈദിന്റെ സന്ദേശം, സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം കൈമാറുക എന്നതൊക്കെ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ പെരുന്നാൾ നമസ്കാരം സാധാരണ ഉണ്ടാവുന്ന പോലെ ജനാർദ്ദൻ കന്നഡ ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്തുള്ള ആ ഒരു സ്ഥലത്താണ് 7:30 ഏറെക്കാണ് ഇൻഷാ അല്ലാഹ് ഈദുൽ അദ്ഹ നമസ്കാരം നടക്കുക. എല്ലാ ആളുകളും കുടുംബത്തോടൊപ്പം മക്കളെയും വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി കൃത്യസമയത്ത് തന്നെ വുദൂ ചെയ്ത് മുസല്ലയുമായി കൊണ്ട് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 7:30 കാരണം ഖുർബാനി ഉദ്ഹിയ്യത്ത് അത് ഇതിന്റെ ഭാഗം തന്നെയാണ്. നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുവാനുള്ളവർക്ക് അതിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സഹോദരങ്ങളെ. അതേപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ വിഷയം, മദ്രസയുടെ അഡ്മിഷൻ നടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ജൂൺ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ മക്കൾക്കുള്ള ദീനീയായ കാര്യങ്ങൾ, അവർ ഖുർആൻ പഠിക്കുന്ന, അവർ ദീന് പഠിക്കുന്ന, അവരാണ് നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് നമ്മുടെ അഭിമാനമായി കൊണ്ട് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ചരിത്രം പഠിപ്പിക്കുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അധ്യാപനങ്ങളും അനുസരിച്ചുകൊണ്ട് നല്ല ആദർശമുള്ള നല്ല സംസ്കാരമുള്ള മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കുക. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ബാംഗ്ലൂരിലെ ജീവിതത്തിനിടയ്ക്ക് സഹോദരങ്ങളെ, നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ ദീനിന്റെ കാര്യം. ശനിയാഴ്ചയും ഞായറാഴ്ചയും കുറഞ്ഞ സമയം, ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 7 മണി വരെ, ഞായറാഴ്ച 9 മണി മുതൽ രാവിലെ ഉച്ചക്ക് 1 മണി വരെ കൃത്യമായി കൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അഡ്മിഷൻ എടുക്കാനുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാക്കപ്പെട്ട നാളുകളിൽ കൂടുതൽ നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും എല്ലാം അല്ലാഹു റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته
يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.